ഹലോ നമസ്കാരം. ക്യാമ്പസിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ലിനക്സ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു ലിനക്സ് സിസ്റ്റത്തിലോട്ട് എങ്ങനെ നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ജനറലി നമ്മള് നോക്കുന്നത് 2 പ്രോട്ടോകോൾസാണ്. ഒന്ന് SFTPയും രണ്ടാമത് SCP എന്ന് പറഞ്ഞ പ്രോട്ടോകോളും. ഇതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളുകള്. അപ്പം SFTP ആണെന്നുണ്ടെങ്കില് നമുക്ക് ഇത് ജനറലി ലിനക്സിൻ്റെ അകത്തെല്ലാം ഇൻബിൽട്ട് ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർസ് നമ്മൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ SCP ആണേലും പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ജനറലി ഉണ്ടായിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. അന്നേരം ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കില് അത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതുപോലെ പാക്കേജുകളൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതും നമ്മുടെ വീഡിയോ ഉണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഫയൽ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതാദ്യം നമുക്ക് നോക്കേണ്ടത് രണ്ട് ലിനക്സ് ഉണ്ട്. അപ്പം ഐപി ആദ്യം ഇതിൻ്റെ ഓരോ ലിനക്സിൻ്റെ ഐപി അഡ്രസ് നോക്കാം. ഐപി സ്പേസ് എ കൊടുത്താൽ മതി. നമുക്ക് ഐപി അഡ്രസ് കിട്ടും. അല്ലെങ്കിൽ IPADDR എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഐപി അഡ്രസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് നമ്മുടെ ഐപി അഡ്രസ് 104 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ 104 ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ സെർവറിൻ്റെ 106 ആയിരിക്കും. IPA കൊടുത്തു കഴിഞ്ഞാൽ ഇത് 106 ആണ്. ഓക്കെ. 106 ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 104ൽ നിന്ന് നമുക്ക് കുറച്ച് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കിവിടെ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫയൽ 104.txt എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 104 എന്ന് പറഞ്ഞാൽ IP അഡ്രസ് ആണ് കേട്ടോ. അതിൻ്റെ ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പുറത്താണെങ്കിൽ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ 106 എന്ന് പറഞ്ഞൊരു ഫയലും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ 2 സെർവേഴ്സ് ആണല്ലോ. അപ്പം ഈ 2 സെർവറിലും സെയിം യൂസറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇത് കൺഫ്യൂഷൻ വരരുത്. ഇത് ഫയല് 104 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ IP അഡ്രസ് 104ഉം മറ്റേ 106ഉം. അന്നേരം നമുക്ക് ജസ്റ്റ് ആദ്യം നമുക്ക് SCP വെച്ച് തുടങ്ങാം. SCP ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ. ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലി മിക്കവാറുള്ള എല്ലാ എന്താ പറയുക, മിക്കവാറുള്ള എല്ലാ സെർവേഴ്സിലും ലിനക്സ് സെർവേഴ്സിലെല്ലാം നമുക്ക് ഈ ഒരു SCPയുടെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമുക്ക് ലിനക്സിൽ മാത്രമല്ല മിക്കവാറും ഉള്ള ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള മറ്റ് അപ്ലയൻസസ് അതിലൊക്കെ നമുക്ക് SCP വർക്ക് ചെയ്യും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റാസ്ബെറി PI ആണെങ്കിലും റാസ്ബെറി പൈ അതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നെറ്റ്വർക്ക് ഡിവൈസുകളൊക്കെ ആണെങ്കിലും അതിനകത്തൊക്കെ ഈ SCP വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ SCP എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ഒരു 104 എന്ന് പറഞ്ഞ ഫയലിനെ നമുക്ക് മറ്റേ സെർവറിലോട്ട് സെൻഡ് ചെയ്യാം, 106ലോട്ട്. അന്നേരം ജസ്റ്റ് ഞാനിപ്പോൾ ഫയൽ കൊടുക്കുന്നു. ഒന്നുകിൽ നമുക്ക് പാത്ത് പറഞ്ഞു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാത്ത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സ്ലാഷ് ഹോം ശ്രീജിത്ത് സ്ലാഷ് ഡെസ്ക്ടോപ്പ് ഡോക്യുമെൻറ്റ്സ് സ്ലാഷ് ഇങ്ങനെ ഒന്നുകിൽ നമുക്ക് പാത്ത് പറഞ്ഞു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന അതേ സെയിം ഡയറക്ടറി ആയതുകൊണ്ട് ഈ ഫയലുള്ള അതേ ഡയറക്ടറിയിലായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പാത്ത് പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ശ്രീജിത്ത് എന്ന തന്നെയാണ് അവിടെ ഈ യൂസർ നെയിം. നമ്മൾ ആ സെർവറിൻ്റെ IP അഡ്രസ് 192.168.0.106 എന്നിട്ട് ഒരു ഫുൾ കോളം കൊടുക്കണം. ഫുൾ കോളം കൊടുത്തിട്ട് നമുക്ക് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം, എവിടെയാണ് ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹോം സ്ലാഷ് ശ്രീജിത്ത് സ്ലാഷ് നമുക്കിത് ഡെസ്ക്ടോപ്പ് ഇടാം. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു സ്ലാഷ്. ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു 104 എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ശ്രദ്ധിക്കുക. SCP, അത് കഴിഞ്ഞ് നമുക്ക് ഫയൽ നെയിം പറയണം. എന്നിട്ട് എപ്പോഴും നമ്മൾ ഈ ഒരു യൂസർ നെയിം മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ യൂസർ ഇവിടെ എടുക്കും. എന്ന് വെച്ചാൽ ഈ ഒതൻറ്റിക്കേഷൻ ചോദിക്കുക, ഇപ്പം നമ്മൾ ഈ ഒരു ഡിവൈസിൽ ലോഗിൻ ചെയ്ത ആ യൂസർ വെച്ചിട്ടായിരിക്കും ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് മറ്റേ സെർവറിൽ.
സോ അങ്ങനെ ഒരു യൂസർ ആ സെർവറിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവില്ല. അപ്പോൾ ഇങ്ങനെ യൂസർ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഏത് യൂസറിനെ വെച്ചിട്ടാണ് ഈ സെർവറിൽ ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടത് ആ യൂസർ നെയിം ഇവിടെ കൊടുക്കുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് IP അഡ്രസ്സ് ഫുൾ കോളൻ ആ ലൊക്കേഷൻ. ഇപ്പം അവിടെ ഇതുണ്ട്, ഇവിടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ് ചോദിച്ചു. ഇപ്പം ഞാനിവിടെ റൂട്ടായിരുന്നു കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇപ്പം ആ റൂട്ടിൻ്റെ പാസ്വേഡ് ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ യൂസർ ആ യൂസറിൻ്റെ പാസ്വേഡ് എന്ന് വെച്ചാൽ ആ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് ആ യൂസർ നെയിം അവിടെ കൊടുക്കണം. ഇപ്പോൾ അത് ട്രാൻസ്ഫറായി, ചവിടെയും ട്രാൻസ്ഫറായി കണ്ടോ. അപ്പോൾ നമുക്ക് മറ്റേ സെർവറിൽ കയറി നോക്കാം. ഡെസ്ക്ടോപ്പിലോട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇവിടെ LS കൊടുത്തു, സോറി CD ഡെസ്ക്ടോപ്പ് കൊടുത്തു, ഇവിടെ LS കൊടുത്തു. നമുക്കിവിടെ ആ ഒരു ഫയൽ ഇവിടെ ട്രാൻസ്ഫർ ആയി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ SCP വഴി ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയും സിമ്പിളാണ് കാര്യം SCP വഴി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ SFTP വഴി ചെയ്യുമ്പോഴും. അതിന് നമുക്ക് SFTP എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ട് ശ്രീജിത്ത്@192.168.10.106 കൊടുക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ അവിടെ വീണ്ടും പാസ്വേഡ് ചോദിക്കും. നമ്മൾ ആ പാസ്വേഡ് കൊടുക്കണം. ഇപ്പം ഞാൻ ക്ലിയർ കൊടുക്കാം. വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പം ഞാനിപ്പം നിൽക്കുന്നത് ഈ ഒരു സെർവറിലാണ്. ഇപ്പം നമുക്ക് PWD കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PWD കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് കണ്ടോ ഇവിടെ റിമോട്ട് വർക്കിംഗ് ഡയറക്ടറി ആണ് കാണിക്കുന്നത്. ഇത് ഹോം ശ്രീജിത്ത് എന്ന് പറഞ്ഞ് ആ ഒരു റിമോട്ട് വർക്കിംഗ് ഡയറക്ടറിയാണ്. ഇവിടെ നമുക്ക് LS കൊടുക്കാം. LS കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് കണ്ടോ ഫയല് 106 ആണ്. സോ ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് 106-ലോട്ടാണ്. ആ 106-ലുള്ള ഡയറക്ടറിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മളുടെ ഹോം ഡയറക്ടറി അല്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഫയൽ നമ്മളുടെ ഇതിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് എന്ന് പറഞ്ഞ കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പുട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫയൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫയൽ 104.txt എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ അപ്ലോഡായി. ഇനി നമ്മൾ LS കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടെ 2 ഫയലും ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് മറ്റേ ഡയറക്ടറി പോയി ചെക്ക് ചെയ്യാം. ഇപ്പോൾ LS കൊടുത്തു, CD ഡോട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ഡോക്യുമെൻസിലായിരുന്നു പോയത്. CD ഡോക്യുമെൻറ്റ്സ് LS നമ്മളത് എവിടെയായിരുന്നു നോക്കിയത്? PWD ശ്രീജിത്തിലാണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടോ നമ്മളുടെ റിമോട്ടിൽ ഇപ്പം 2 ഫയലും അപ്ലോഡായി. അന്നേരം ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ LS കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മളുടെ ഈ ഒരു SFTP കണക്ട് ചെയ്ത റിമോട്ടിലുള്ള ലൊക്കേഷനാണ്, നമ്മുടെ ലൊക്കേഷനല്ല. ഇവിടെ നമ്മൾ PWD കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടറിയാണ് ഈ കാണുന്നത്. അപ്പം നമ്മുടെ അതായത് നമ്മുടെ ഈ ലോക്കൽ സിസ്റ്റത്തിലുള്ള വർക്കിംഗ് ഡയറക്ടറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഫയൽ നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്തത്. അന്നേരം ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പം അതൊന്ന് നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വർക്കാവും. ഇനി ഇവിടുന്ന് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സിറ്റായി. ഇനിയിപ്പോൾ LS കൊടുത്തതാ ഇവിടെ നമുക്ക് ഈ ഒരു ഡയറക്ടറിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ SFTP എടുക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ നമ്മൾ സെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്. ഈ 2 പ്രോസസ്സാണ് ജനറലി നമ്മൾ ലിനക്സ് എൻവയോൺമെൻറ്റിൽ എവിടെയാണെങ്കിലും നമ്മൾ SCPയോ അല്ലെങ്കിൽ SFTPയോ ഒക്കെ ആയിരിക്കും ജനറലി വർക്ക് ചെയ്യുന്നത്. കൂടുതൽ SCP ആയിരിക്കും. അപ്പം ഇതാണ് നമുക്ക് ഫയൽ ട്രാൻസ്ഫറിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇത് കൂടാതെ തന്നെ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് FTP നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. FTP സൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അത് FTP ക്ലയൻറ്റും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്.
പിന്നുള്ളത് മൗണ്ട് ചെയ്യുകയാണ്. നമുക്ക് സ്റ്റോറേജ് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോറേജിലോട്ട് നമുക്ക് ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ആ സ്റ്റോറേജ് വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർഡ് സ്റ്റോറേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഫയൽ ട്രാൻസ്ഫർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോകാം.